ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. 3 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോണത് 4ാമത്തെ ഭാഗമാണ്. 4ാമത്തെ ഭാഗം വളരെ സിമ്പിൾ ആണ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ഒന്നിനെ നമ്മൾ കമ്പയർ ചെയ്യും. ഇപ്പൊ ഐഡന്റിറ്റിക്കൽ ട്വിൻസ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ്? രണ്ടുപേരെ നമുക്ക് ഒരുപോലെ തോന്നിയാൽ അവരുടെ എല്ലാം ഒരേപോലെ ആയിരിക്കും, എല്ലാം മാച്ചിങ് ആയിരിക്കും. അതുകൊണ്ടാണ് അവരെ ഐഡന്റിറ്റിക്കൽ ട്വിൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ഒന്നിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4ാമത്തെ ഭാഗത്തിൽ 1ാമത്തെ കണക്കിലോട്ട് ആകെ ഒരു കണക്ക് മാത്രമേ ഞാൻ ഈ ഭാഗത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്ക്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ നന്നായി പരിശോധിക്കണം. നമുക്ക് എന്ത് ചെയ്യണം? നന്നായി പരിശോധിക്കണം. പരിശോധിച്ചതിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 36 × 28. നമുക്കറിയാം, നമുക്ക് ഗുണിക്കുമ്പോൾ 36 × 28 എന്ന് പറയുന്ന 1008 തന്നെ കിട്ടും. പക്ഷെ അങ്ങനെ ഗുണിച്ച് 9ാം ക്ലാസ് വെച്ച മാർക്ക്, അതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കണം അല്ലെ? നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു സംഖ്യ വെച്ചു, അതാണ് ഒരു ചെക്ക് വെദർ സം അതർ പ്രൊഡക്ട്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ഇഷ്ടമുള്ള 2 സംഖ്യകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ ശ്രദ്ധിച്ചേ, നമുക്ക് ഇഷ്ടമുള്ള എനിക്കിപ്പോ ഇഷ്ടപ്പെട്ട 2 സംഖ്യ ഞാൻ എഴുതാം. 42 × 36. ഓക്കെ. അപ്പം ആദ്യം ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് 3 × 2 അവർ പറഞ്ഞിരിക്കുക. അതായത് ഇവിടുത്തെ 10ന്റെ ഡിജിറ്റും ഇവിടുത്തെയും 10ന്റെ ഡിജിറ്റുകൾ തമ്മിൽ ഗുണിക്കുക. അപ്പൊ ഇവിടുത്തെ 10ന്റെ ഡിജിറ്റ് ഏതാ മക്കളെ? നിങ്ങൾ നോക്കിക്കേ, 4ഉം ഇവിടുത്തെ ഏതാണ് 3. അപ്പൊ അത് രണ്ടും കൂടെ ആദ്യം ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടി? 12. ഈ 12നെ നമ്മൾ എത്ര വെച്ച് ഗുണിക്കുക? അവരവിടെ പറഞ്ഞിരിക്കുന്നത് 100 വെച്ച്. അപ്പൊ എത്ര കിട്ടി? 1200. ആദ്യ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ 3ഉം 8ഉം കൂടെ ഗുണിക്കുക. അതിനുശേഷം ഈ 6ഉം 2ഉം കൂടെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 4ഉം 6ഉം കൂടെ ഗുണിക്കുക. അപ്പൊ 4 × 6. പിന്നീട് എന്തുവാ? പ്ലസ് അടുത്തത് 2ഉം 3ഉം. അപ്പൊ 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 4 എത്രയാണ്? 24 പ്ലസ് 3 × 2 എത്രയാണ്? 6. 24ഉം 6ഉം എത്രയാണ്? 30 അല്ലെ? അപ്പൊ ഈ 30നെ ഇവിടെ 36 കിട്ടിയതിനെ ഒരു 36 × 10 ചെയ്ത് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ 30നെ എന്ത് വെച്ചു? 10 വെച്ചു കൂടി. അപ്പൊ എത്ര കിട്ടി? 300 എന്ന് കിട്ടി. ഇനി അടുത്ത എന്തുവാണ്? ആദ്യം നമ്മൾ 10ന്റെ ഡിജിറ്റ് ചെയ്ത പോലെ ഇനി എന്താണ്? 1സിന്റെ ഡിജിറ്റ് അല്ലെ? ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് എഴുതിയ 6 8. അതായത് ഈ ഫസ്റ്റ് സംഖ്യയുടെ വൺസും ഈ സെക്കൻഡ് സംഖ്യയുടെ വൺസും ആയിട്ടാണ് അവർ അടുത്ത ഗുണിച്ചിരിക്കുന്നത്. നമുക്കും അതേപോലെ തന്നെ ഗുണിക്കാം. ഇവിടുത്തെ വൺസ് എത്രയാണ്? 2. ഇവിടുത്തെ വൺസ് എത്രയാണ്? 6. അപ്പൊ 2 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അവര് ഡയറക്റ്റ് 12 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? ഇവിടെ നോക്കി, ഇവിടെ കിട്ടിയ 6 × 8 ഡയറക്റ്റ് അവരിവിടെ 48 എഴുതി. അതേപോലെ തന്നെ ഞാൻ ഈ 12 ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ 100 വെച്ച് ഗുണിച്ചു, ഇവിടെ 10 വെച്ച് ഗുണിച്ചു. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് 1 വെച്ച് ഗുണിക്കുമ്പോൾ ആണ് ഈ 12 കിട്ടുന്നത്. ഇനി ഒന്നുമില്ല, ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. 1200 300 1500. 1500ഉം 12 എത്ര? 1512. ഉത്തരം 1512. സംഭവം മനസ്സിലായി? പെട്ടെന്ന് ഗുണിച്ചെടുക്കും. ഇനി രണ്ടാമത് ഒരെണ്ണവും കൂടെ അവർ പറയുന്നുണ്ട്. എന്താണ്? എക്സ്പ്ലെയിൻ വൈ ദീസ് വർക്ക്സ് യൂസിങ് ഓൾജിബ്ര വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഒരു പാടുമില്ല, ഓൾജിബ്ര വെച്ച് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? Xഉം Yഉം ഒക്കെ വെച്ചൊന്ന് പ്രൂവ് ചെയ്യണം അല്ലെ? Xഉം Yഉം വെച്ച് പ്രൂവ് ചെയ്യാൻ നമുക്ക് 2 സംഖ്യകൾ വേണം. നമുക്ക് ആ 2 സംഖ്യകളെ, 2 2 ഡിജിറ്റ് സംഖ്യകളെ ഞാൻ XY എന്നും MN എന്നും വിളിക്കുന്നു. ഇതാണ് നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ. യഥാർത്ഥത്തിൽ ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. XY എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? X 10ന്റെയും Y 1സിന്റെയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10x + y എന്നും, അതേപോലെ തന്നെ എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10m + n എന്നും എഴുതാം. സത്യമല്ലേ? ഈ Y 1സിന്റെ ഡിജിറ്റ് ആയതുകൊണ്ട് Y അതേപോലെ എഴുതി. ഈ X എന്ന് പറയുന്നത് 10ന്റെ ഡിജിറ്റ് ആയതുകൊണ്ട് 10x. അതേപോലെ തന്നെ ഇവിടെ M എന്താണ്? M എന്ന് പറയുന്നത് 10ന്റെയും N എന്ന് പറയുന്ന 1s. അത് N അതേപോലെ എഴുതി 10m. മനസ്സിലായല്ലോ? ഇനി ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 10x 10mന് കൊടുക്കുമ്പോൾ 100xm പ്ലസ് ഇനി 10x n കൊടുക്കുമ്പോൾ എന്ത് വരും? 10xn. അടുത്തത് y 10mന് കൊടുക്കുമ്പോൾ എന്ത് വരും? പ്ലസ് 10ym. അടുത്തത് y n കൊടുക്കുമ്പോൾ എന്ത് വരും? yn. അപ്പൊ നമുക്ക് ഈ 2 സംഖ്യകൾ, അതായത് ഓൾജിബ്ര വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ് അല്ലെ? 100xm പ്ലസ് 10xn പ്ലസ് 10ym പ്ലസ് എന്താണ്? y എന്താണ്? പ്ലസ് yn എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലെ? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സെറ്റപ്പിൽ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് പ്രൂവ് ചെയ്യണം.
ഒരു പാടുമില്ല. അവര് പറഞ്ഞിരിക്കുന്ന പോലെ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ആദ്യത്തെ സംഖ്യ എന്താ? സംഖ്യകൾ ഏതാണെന്ന് ആദ്യം നമുക്ക് നോക്കാം അല്ലെ. സംഖ്യകൾ ഏതാണ്? ഒന്നുകൂടെ ഞാൻ എഴുതാണ്, എക്സ് വൈ ഇൻറ്റു എം എൻ. ആദ്യം ഒരു 10ന്റെ ഡിജിറ്റുകളാണ് എഴുതില്ലേ. 10ന്റെ ഡിജിറ്റായ എക്സും എമ്മും കൂടെ ഗുണിച്ച് ഞാൻ എഴുതുന്നു. എക്സ് എന്താണ്? എക്സ് ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എം. ആ എക്സ് എമ്മിനെ നമ്മൾ എത്ര വെച്ച് ഗുണിക്കണം? 100. അപ്പൊ എത്തി എക്സ് എം ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എക്സ് എം. അടുത്തവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ രണ്ട് സംഖ്യകൾ, അതായത് ഇത് രണ്ടും കൂടെ ഗുണിക്കുക പ്ലസ് ഇത് രണ്ടും കൂടെ ഗുണിക്കുക. അപ്പൊ അത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സും എന്നും കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? എക്സ് എൻ. അതേപോലെ തന്നെ പ്ലസ് അല്ലേ, പ്ലസ് ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ വൈയും എമ്മും കൂടെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടി? വൈ എം. അതിനെ നമ്മൾ എന്ത് വെച്ച് ഗുണിക്കണം? അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വെച്ച് ഗുണിക്കണം? ഇവിടെ എത്രയാണ്? 10 വെച്ചല്ലേ. അപ്പൊ ഇതിനെ 10 വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എക്സ് എൻ പ്ലസ് വൈ എം ഇൻറ്റു എത്ര? 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 എക്സ് എൻ പ്ലസ് 10 വൈ എം. സെറ്റ് അല്ലേ? ഇനി നമ്മൾ എന്ത് വേണം? ഒറ്റയുടെ സംഖ്യ അല്ലെ. ഇവിടെ നമ്മൾ ഒറ്റയുടെ സംഖ്യയാണ് 6ഉം 8ഉം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റയുടെ ആയുള്ള വൈയും, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ബ്ലാക്കിൽ ഇട്ട് കാണിക്കാം, വൈയും എൻ. അപ്പൊ എന്ത് വരും? വൈ അത് രണ്ടും കൂടെ ഗുണിക്കുക അല്ലെ. വൈ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ എൻ. ആ വൈ എന്നിനെ നമ്മൾ എത്ര വെച്ച് ഗുണിക്കണം? 1 വെച്ച് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? വൈ എൻ. ഇനി ഈ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടണം? ഇത് കിട്ടണം. കൂട്ടി നോക്കിക്കേ. ഇവിടെ സംഖ്യയല്ല, താഴെ എഴുതി കൂട്ടാൻ. നമുക്ക് ജസ്റ്റ് എഴുതാം. നോക്കി, ആദ്യത്തെ എന്താണ്? 100 എക്സ് എം. ഞാൻ എഴുതും 100 എക്സ് എം പ്ലസ് അടുത്ത എന്താണ്? ഇത് അല്ലെ. അപ്പൊ എന്ത് വരും? 10 എക്സ് എൻ പ്ലസ് 10 വൈ എം പ്ലസ് ലാസ്റ്റ് എന്താണുള്ളത്? വൈ എൻ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഈ സെയിം സാധനം തന്നെയല്ലേ നമുക്കിത് ഇവിടെയും കിട്ടിയിരിക്കുന്നു അല്ലേ. അപ്പൊ നമ്മൾ ഓൾജിബ്ര വെച്ചു അത് എന്ത് ചെയ്തു? പ്രൂഫ് ചെയ്തു. സംഭവം മനസ്സിലായ? വളരെ സിമ്പിൾ ആണ്. ഓൾജിബ്ര വളരെ സിമ്പിൾ ആണ്. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി പോകാൻ പറ്റും. ഓക്കെ. അപ്പം ഈ ഒരു ഭാഗവും ഈ ഭാഗവും 5ാമത്തെ ഭാഗവും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും ചെയ്യും. നിങ്ങൾക്കത് പ്രയോജനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.